ഐഷ സുൽത്താനെ രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യാനും വാക്കുവിലക്കി അനന്തകാല മഴിക്കുള്ളിൽ തള്ളാനുമുള്ള നീക്കം ഇന്ന് ഹൈക്കോടതിയിൽ പൊളിഞ്ഞു. ജാമ്യം ഉറപ്പാക്കിയാണ് ഇടക്കാല വിധി. ഇനി പേടിയില്ലാതെ ഐഷയ്ക്ക് കടൽ കടക്കാം, കവരത്തിയിലെത്താം. പിറന്നു വീണ മണ്ണും കണ്ടുവളർന്ന കടലും തീരവും അന്യമാകുന്നു എന്ന ആശങ്കയുടെ വൈകാരികതയിൽ അങ്ങേയറ്റം അപക്വവും ബുദ്ധിശൂന്യവുമായ കുറച്ച് വാക്കുകൾക്കപ്പുറം രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കലെന്ന മാരകമായ ലീഗൽ ഫ്രെയിമിലേക്ക് ആ വാക്കുകൾ കയറി നിൽക്കുമോ എന്ന് നീതിപീഠം തീരുമാനിക്കട്ടെ. പരമോന്നതമാണ് നീതിപീഠം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം അത് പലയാവർത്തി കണ്ടതാണ്. രാജ്യത്തിന്റെ പൗരനുമേൽ ഈ രാജ്യദ്രോഹ ചാപ്പകുത്തൽ ഇനിയും അവസാനിപ്പിക്കാറായില്ലേ ഭരണകൂടമേ എന്ന് പലയാവർത്തി ചോദിക്കാതെ ചോദിച്ചതാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വിനോദ് ദുബയ്ക്കെതിരെ ചുമത്തിയ രാജ്യദ്രോഹം ചുരുട്ടിമടക്കി ചവറ്റുകുട്ടയിലിട്ട കോടതി അസന്നിഗ്ധമായി പറഞ്ഞു, പ്രധാനമന്ത്രിയെ വിമർശിക്കൽ രാജ്യദ്രോഹമല്ല. പിന്നീട് പ്രതിഷേധിക്കാനുള്ള അവകാശവും തീവ്രവാദ പ്രവർത്തനവും രണ്ടാണ് സർക്കാരെ എന്ന് കാമ്പുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ പോക്കാണ് പോക്കെങ്കിൽ ജനാധിപത്യത്തിന്റെ കെട്ടകാലമെന്ന് വേദനിച്ചതാണ് കോടതി. ദിശാരവി എന്നൊരു കൊച്ചുകുട്ടിയെ കൊടും ഭീകരിയാക്കിയൊരു ടൂൾ കിറ്റ് കേസ് ഉണ്ടായില്ലേ? ആ കേസ് ഇപ്പോൾ എവിടെയാണ്? ദേവാംഗന കലീത്ത, നതാഷ നർവാൾ, ആസിഫ് ഇക്ബാൽ തൻഹ, ജന്മകാലത്തേക്ക് മറക്കാൻ കഴിയാത്ത പേക്കിനാവുകൾ സ്വന്തമായുള്ള കുട്ടികളുടെ ലിസ്റ്റ് അങ്ങനെ നീണ്ടപ്പോഴാണ് ഇത് മതിയാക്കാറായില്ലേ എന്ന കോടതിയുടെ ധാർമ്മിക രോഷം. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ്. ഗാന്ധിക്കെതിരെയും തിലകനെതിരെയും ആസാദിനെതിരെയും അവർ ചുമത്തിയ നിയമത്തിന്റെ തുടർച്ചയാണത്. അധിനിവേശ വേട്ടപ്പട്ടികളുടെ കയ്യിലെ നായാട്ടായുധത്തിന് ഇക്കാലത്തും സാങ്കത്യമുണ്ടോ എന്ന ചർച്ചയുള്ള കാലമാണ്. ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ്, ഞാൻ മാത്രമാണ് ഭരണകൂടം എന്ന അധികാരക്കോലിൽ 72 വർഷം മാഞ്ഞു പിടിച്ച യൂറോപ്പിന്റെ ഏകാധിപതി ലൂയി 14 ഓർമ്മയായിട്ട് നൂറ്റാണ്ട് പലതായില്ലേ? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്രീ എസ് കെ സജീഷ്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ശ്രീ എസ് സുരേഷ്, സേവ് ലക്ഷദ്വീപ് ഫോറം പ്രതിനിധി ശ്രീ ഷഹസാദ് എന്നിവരാണ് ഈ ചർച്ചയിൽ ചേരുന്ന. ആദ്യം ശ്രീ എസ് സുരേഷിലേക്കാണ്. ശ്രീ സുരേഷ്, ഇന്ന് ഹൈക്കോടതിയിൽ ഐഷ സുൽത്താനയ്ക്ക് കിട്ടുന്നത് ആശ്വാസമാണോ തിരിച്ചടിയാണോ? അല്ല ശ്രീ ഹാഷ്മി, അങ്ങയുടെ ഇൻട്രോ കലക്കി. കാരണം ഇത് മാതൃഭൂമിയെപ്പോലെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനോടൊപ്പം കടന്നു വന്ന മഹത്തായ ഒരു പാരമ്പര്യവും ഗതകാല സ്മരണയുമുള്ള ഒരു മാധ്യമത്തിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ ദയനീയ ചിത്രമാണ് അങ്ങയുടെ ഇൻട്രോയിലൂടെ ഈ പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങ് അവതരിപ്പിച്ചത്. അങ്ങ് ഇവിടെ പുകഴ്ത്തിയതോ വാഴ്ത്തിയതോ ഈ രാജ്യത്തിനെതിരെ ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് എന്ന നിലയിൽ 124A പ്രകാരം കുറ്റാരോപിതയായിരിക്കുന്ന ഒരു സ്ത്രീയെയാണ്. ആ സ്ത്രീ പോലും അങ്ങയേക്കാൾ വിവേകവും പക്വതയും കാണിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അവർക്ക് തെറ്റുപറ്റിയെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ യാചിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 124A എന്ന് പറയുന്ന സെഡീഷൻ ഒഫൻസ് ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരെ നിയമ സംവിധാനത്തിൽ നിന്ന് നിയമ സംവിധാനത്തിൻ്റേതായിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് സംരക്ഷിക്കുകയോ ചെയ്യാതെ അവരോട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുമ്പിൽ അവർ തന്ന നോട്ടീസിൻ്റെ അതേ ദിവസം അതേ സമയത്ത് ഹാജരാകാൻ ഈ കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഐഷ സുൽത്താനയെ കാണിച്ച വിവേകം പോലും മാതൃഭൂമിയെ പോലെയുള്ള അങ്ങേയറ്റം ദയനീയമാണ്. ഐഷ സുൽത്താനയുടെ ആ പരാമർശം അങ്ങേയറ്റം അപക്വവും ബുദ്ധിശൂന്യമായ വാക്കുകളാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തള്ളിപ്പറയുകയാണ് ആ വാക്കുകൾ ഞാൻ ചെയ്തത്. പക്ഷെ അത് ഈ പറഞ്ഞ രാജ്യദ്രോഹത്തിന്റെ പരിധിയിലേക്ക് കയറി നിൽക്കുമോ എന്ന് കോടതി പറയട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഐഷ സുൽത്താനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല, അതിന്റെ കാര്യവും എനിക്കില്ല. അല്ല ഹാഷ്മി, രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ നിൽക്കുമോ എന്ന് കോടതി പറയട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ, അത് കോടതിയല്ലേ പറയേണ്ടത് സാർ? പറഞ്ഞല്ലോ ഹാഷ്മി. 124A എന്ന് പറയുന്ന വകുപ്പ് നിയമവിരുദ്ധമാണെന്ന് ഇന്ന് ഹൈക്കോടതി പറഞ്ഞോ? ആ വകുപ്പ് പ്രകാരം ഇവർ കവറത്തി പോലീസ് സ്റ്റേഷനിൽ 20-ാം തീയതി എത്തണം എന്ന് തന്നെയല്ലേ കോടതി പറഞ്ഞത്? എത്താമെന്ന് തന്നെയല്ലേ ഐഷയും പറഞ്ഞത്? അല്ല, ഐഷ FIR ക്വാഷ് ചെയ്യണമെന്ന് ഐഷ ആവശ്യപ്പെട്ടു. അല്ല ഹാഷ്മി എന്താ ധരിക്കുന്നത്? ഐഷ ഹൈക്കോടതിയോട് ഒരു ഔദാര്യം കാണിച്ചു എന്നാണോ? മാതൃഭൂമി ആവശ്യപ്പെട്ടോ ശ്രീ സുരേഷ്? അല്ലല്ല, ഐഷ FIR ക്വാഷ് ചെയ്യണമെന്ന് ഐഷ ഈ രാജ്യത്തോടും മാറ്റണമെന്ന് ഐഷ ആവശ്യപ്പെട്ടോ? അല്ല, ഐഷ ആവശ്യപ്പെട്ടത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് മാത്രമാണ്. അത് അനുവദിച്ചു കോടതി. ഐഷ ഈ രാജ്യത്തിനോടും ഹൈക്കോടതിയോടും ഈ ഒരു ഔദാര്യം കാണിച്ചു എന്നാണോ മാതൃഭൂമിയുടെ വിവക്ഷ?
അങ്ങ് എങ്ങനെയാണ് ആ വ്യാഖ്യാനത്തിലേക്ക് എത്തുന്നത്? അല്ല, അല്ല അങ്ങ് ആ വിവക്ഷയിലേക്ക് എത്തിയ വ്യാഖ്യാനിക്കാൻ എത്തിയ എന്റെ വാക്കുകൾ ഏതാണ്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഐഷയുടെ ഡിബേറ്റ് കൊടുത്ത മാധ്യമവും ഇതിനോട് ക്ഷമയാചിക്കുകയും അവർ ഹൈക്കോടതിയിലും പൊതുസമൂഹത്തിലും മാപ്പ് പറയുകയും ചെയ്ത ഒരു വിഷയത്തിൽ മാതൃഭൂമിക്ക് ഇത്രയും വലിയ ആവേശമെന്താ? ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്നവരെ മാതൃഭൂമി എന്താവേശം കാണിച്ചുവെന്നാണ് അവർ പറയുന്നത്. അങ്ങേയറ്റം അപക്വമായ വാക്കുകളാണ്, ബുദ്ധിശൂന്യമായ വാക്കുകളാണ്. അതിനവർ മാപ്പ് പറയണം എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അതിലെവിടെയാണ് അങ്ങീ പറഞ്ഞ വിവക്ഷയുടെ അടിസ്ഥാനം? ഹാഷ്മി, ഐഷ സുൽത്താന കോടതിയിൽ ആവശ്യപ്പെടുന്നത് മുൻകൂർ ജാമ്യമാണ്, അല്ലാതെ FIR ക്വാഷ് ചെയ്യാനോ ഈ പറഞ്ഞ 124A എടുത്ത് കളയാനോ ഒന്നും ഐഷയോ അഭിഭാഷകനോ ആവശ്യപ്പെടുന്നില്ല. അല്ല, അതിലൊരു അനുവദിക്കുന്നില്ല കോടതി. മാതൃഭൂമിയുടെ അഭിഭാഷകനെ വെച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ക്വാഷ് ചെയ്യാൻ ആവശ്യപ്പെട്ടേനെ. ഇതൊക്കെ വളരെ ദയനീയമാണ് ഹാഷ്മി. എന്താണ് ദയനീയം സർ? ദയനീയമാണ്. നിങ്ങൾക്ക് ലക്ഷദ്വീപിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, ലക്ഷദ്വീപിലെ ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം, ലക്ഷദ്വീപിന്റെ ജനതയുടെ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, അവിടെ ജനാധിപത്യപരമായിട്ടുള്ള ധ്വംസനം നടക്കുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്യാം. പക്ഷേ ഈ രാജ്യത്ത് ഈ സ്റ്റേറ്റിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ ഈ സ്റ്റേറ്റിൽ 1870 IPC പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയായിട്ടുള്ള ആള് അവർ ചെയ്ത തെറ്റാണെന്ന് ഹൈക്കോടതിയിൽ സമ്മതിച്ച് മാപ്പ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ജാമ്യം ചോദിച്ചപ്പോൾ ജാമ്യം കൊടുക്കാതെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാകാനും അറസ്റ്റ് ചെയ്യാനുമുള്ള അനുവാദം കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിയെ മാന്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ അതിനോട് കൂട്ടി വായിച്ചതെന്താ? നിങ്ങൾ ഐഷയോട് കൂട്ടി വായിച്ചതെന്താ? ഈ രാജ്യത്തിന്റെ പത്മശ്രീ ബഹുമതി അങ്ങയുടെ വാക്കുകൾ എന്റെ വായിൽ തിരികണ്ട ശ്രീ സുരേഷ്. അല്ല, ഞാൻ പറഞ്ഞത് ഐഷ മുൻകൂർ ജാമ്യാപേക്ഷ നിങ്ങൾ ഐഷയോട് കൂട്ടിക്കെട്ടിയത് ആരെയാ? നിങ്ങൾ ഐഷയോട് കൂട്ടിക്കെട്ടിയത് മഹാത്മാഗാന്ധിയെയും, നിങ്ങൾ ഐഷയോട് കൂട്ടിക്കെട്ടിയത് പട്ടേലിനെയും, നിങ്ങൾ ഐഷയോട് കൂട്ടിക്കെട്ടിയത് വിനോദ് ദുബെയുമാണ്. അതുമായിട്ടാണ് നിങ്ങൾ താരതമ്യം ചെയ്തിരിക്കുന്നത്. വിനോദ് ദുബെക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് നിങ്ങളാണ് സുരേഷ്. വിനോദ് ദുബെയെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, രാജ്യം ഭരിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുന്നതോ സമരം ചെയ്യുന്നതോ രാജ്യദ്രോഹമാകില്ല എന്നും, അതേസമയത്ത് രാജ്യദ്രോഹം എന്ന് പറയുന്നത് നിലനിൽക്കുമെന്നുള്ള വസ്തുതയാണ് വ്യക്തമായിട്ട് പറയുന്നത്. സമരം ചെയ്യുന്നതും അഭിപ്രായ വിരുദ്ധത പ്രകടിപ്പിക്കുന്നതും രാജ്യദ്രോഹമല്ല എന്നുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വിധിയാണത്. ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ വിധി ഭാവിയിൽ ഈ രാജ്യത്ത് ആ രീതിയിൽ വന്നോട്ടെ, അത് സ്വാഗതാർഹമാണ്. പക്ഷെ നിങ്ങൾ സ്വയം മാപ്പ് പറഞ്ഞ ഒരു പ്രതിയെ മാതൃഭൂമി ഇങ്ങനെ മാന്യവൽക്കരിക്കുന്ന രീതി ശരിയല്ല. വിനയപൂർവ്വം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് നമ്മൾ തമ്മിൽ തർക്കമാവണ്ട. മൂന്നാമതൊരാൾ പറയട്ടെ. രാഹുൽ, ഞാൻ മാന്യവൽക്കരിച്ചോ ഐഷ സുൽത്താനെ? അല്ല, ഇവിടെ ശ്രീ ഹാഷ്മി, ഞാൻ താങ്കളോട് വിയോജിക്കുവാൻ വന്ന ഒരു പോയിന്റിലാണ് ശ്രീ സുരേഷ് താങ്കളെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് ഐഷ സുൽത്താന എന്ന് പറയുന്ന ലക്ഷദ്വീപിന്റെ ശബ്ദമായി മാറിയ ഒരു ലക്ഷദ്വീപിൽ താമസിക്കുന്ന ഒരു നിവാസിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്, ഒറ്റപ്പെടുത്തുന്നത് എന്ന ചോദ്യമായിരുന്നു ഞാൻ എൻ്റെ ആദ്യ ഭാഗത്ത് ചോദിക്കുവാൻ വന്നത്. അപ്പോഴാണ് അഡ്വക്കേറ്റ് സുരേഷ് പറയുന്നത് താങ്കൾ ഐഷ സുൽത്താനെ നീതീകരിച്ചു, ന്യായീകരിച്ചു എന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അഡ്വക്കേറ്റ് സുരേഷ് അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ ആദ്യ വാചകം ഹാഷ്മി ഐഷ സുൽത്താനെ ന്യായീകരിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കണം എന്നായിരിക്കാം. പക്ഷേ അഡ്വക്കേറ്റ് സുരേഷിന്റെ കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ശ്രീ ഹാഷ്മി അങ്ങനെ നടത്തിയില്ല. ഞാൻ അതിനകത്ത് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ശ്രീ ഹാഷ്മി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഐഷ സുൽത്താനയുടെ ശബ്ദത്തെ ഓൺ ചെയ്യാതെ മാതൃഭൂമി പോലെ, ഇവിടെ സുരേഷ് പറഞ്ഞല്ലോ, ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിൽ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിർണായകമായ പങ്കുള്ള മാതൃഭൂമി, ഒരു പറ്റം പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരുപാട് വിയർപ്പുണ്ട് ഈ സ്ഥാപനത്തിന്. ആ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഐഷ സുൽത്താനയുടെ ശബ്ദമായി മാറിയില്ല എന്ന വിയോജിപ്പാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സ്ഥാപനത്തിന്റെ പേര് മാതൃഭൂമി എന്ന.
അത് ജന്മഭൂമി എന്നായിരുന്നെങ്കിൽ ഞാൻ ഈ പരാതി പറയില്ല. ജന്മഭൂമിക്ക് ഈ രാജ്യവും രാജ്യത്തിന്റെ പ്രക്രിയകളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ദേശീയതാ പ്രസ്ഥാനവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അവിടെ ഇരുന്നു കൊണ്ട് താങ്കൾക്ക് ഇങ്ങനെ പറയാം. പക്ഷേ മാതൃഭൂമിയിൽ ഇരുന്നുകൊണ്ട് ശ്രീ ഹാഷ്മി അങ്ങനെ പറയുവാൻ പാടില്ല. ഇവിടെ സുരേഷ് സൂചിപ്പിച്ചു, സുരേഷ് പറഞ്ഞു മാതൃഭൂമിയുടെ വക്കീലായിരുന്നു പോയതെങ്കിൽ ഈ കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വക്കീൽ ആവശ്യപ്പെട്ടതിന് മാതൃഭൂമിയുടെ വക്കീലൊന്നും വേണ്ട, എന്നെ ആ പണി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനതിന് പോയനേയും, ഞാൻ ആ കേസ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞേനേയും. കാരണം ഇവിടെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളുണ്ടല്ലോ, ഇവിടെ താങ്കൾ പറഞ്ഞ പേരുകൾ, അത് നടാശയായാലും ശരി തന്നെ, ദേവാംഗനയായാലും ശരി തന്നെ, ആസിഫ് ആയാലും ഇക്ബാൽ ആയാലും, ഇത്തരം ആളുകൾക്കെതിരെ, ഇത്തരം ചെറുപ്പക്കാർക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന ഈ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ കരിനിയമങ്ങളുണ്ടല്ലോ, ആ കരിനിയമങ്ങൾ എന്തിനെതിരായിട്ടുള്ളതായിരുന്നു? ഈ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഫാഷിസ്റ്റ് പ്രവണതകളെ പ്രതിരോധിച്ചതിന്റെ പേരില. അങ്ങനെ ഈ രാജ്യത്തെ ഫാഷിസത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി കരിനിയമങ്ങൾ എടുത്ത കൂട്ടത്തിൽ അങ്ങനെ ഇക്ബാലും നടാശയും ദേവാംഗനയും മാത്രമല്ല, അത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അടക്കം ഒരുപാട് പേർക്കെതിരെ ഈ രാജ്യത്ത് രൂപപ്പെട്ട ഫാഷിസത്തിനെതിരായി സംസാരിച്ചതിന്റെ പേരിൽ, അത് ബ്രിട്ടീഷ് ഫാഷിസം ആയാലും ഇപ്പോഴത്തെ സംഘപരിവാറിന്റെ ഫാഷിസം ആയാലും ശബ്ദിച്ചതിന്റെ പേരിൽ ഒരുപാട് ആളുകളുടെ പേരുകളുണ്ട്. അതുകൊണ്ട് എന്ത് എത്ര വൈകാരികതയിലും വാവിട്ട് വല്ലാതൊക്കെ പറയാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലല്ലോ. അത് യഥാർത്ഥത്തിൽ ഇവരുടെ സമരത്തെ അസ്ഥിരപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അത് ചൂണ്ടിക്കാണിക്കേണ്ട രാഹുൽ. പൂർത്തീകരിച്ചോട്ടെ. താങ്കൾ സുരേഷിന് കൊടുത്ത സമയം എനിക്ക് തരേണ്ട, അതിന്റെ പകുതി തന്നാൽ മതി. ഞാൻ എന്റെ വാദം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ഇവിടെ ഐഷ സുൽത്താനയുടെ വക്കീൽ ഇന്ന് കോടതിയിൽ പോയി വിനോദ് ദുവ കേസിനെ കോട്ട് ചെയ്തുകൊണ്ട് ആ കേസ് നിലനിൽക്കാത്ത രീതിയിൽ ക്വാഷ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കോടതിക്ക് അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നതിന് ഒരു തർക്കവുമില്ല. നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് നിയമപണ്ഡിതനോട് വേണമെങ്കിലും ചോദിച്ചു, അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. കാരണം എങ്ങനെയാണ് രാജ്യദ്രോഹ കേസ് ചുമത്തുവാൻ കഴിയുക? ഇവിടെ അദ്ദേഹം കോട്ട് ചെയ്തല്ലോ വിനോദ് ദുവ. ഐഷ സുൽത്താനയിലേക്ക് എത്തിയപ്പോൾ വിനോദ് ദുവ പുണ്യവാളനായി ബിജെപിക്കാർക്ക്. വിനോദ് ദുവയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്ന ആരാ? ഡൽഹിയിലെ സുരേഷിനെ പോലെ സുരേഷിന്റെ മനസ്സുള്ള ഒരു ബിജെപി പ്രവർത്തകനാണ് ഡൽഹിയിൽ വിനോദ് ദുവയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. എന്താ വിനോദ് ദുവ ചെയ്ത തെറ്റ്? അതുകൂടി പൊതുസമൂഹം അറിയണമല്ലോ. ഒരു പേര് പറഞ്ഞു പോയാൽ പോരാലോ. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അത് അപ്രതീക്ഷിതമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ഈ രാജ്യത്തെ മൈഗ്രന്റ് ലേബേഴ്സ് അവർ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കാൽനടയായി പോകുന്നത് നമ്മൾ കണ്ടു. പല ആളുകളും കുഴഞ്ഞു വീഴുന്നത് കണ്ടു. കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് കുടിക്കുവാൻ ഒരിറ്റ് വെള്ളം പോലും ഇല്ലാതെ, അവർക്ക് കഴിക്കുവാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ആളുകൾ കുഴഞ്ഞു വഴിയരികിൽ വീഴുന്നത് കണ്ടപ്പോൾ വിനോദ് ദുവയെ പോലെ ഹിമാചൽ പ്രദേശിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, ഈ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന് ഇവിടുത്തെ സൈനികർ കൊല്ലപ്പെടുവാനും അതുപോലെ തന്നെ സാധാരണക്കാർ കൊല്ലപ്പെടുവാനുമാണോ ആഗ്രഹം? ഇവിടെ വോട്ട് കിട്ടലും ജയിക്കലുമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു വിനോദ് ദുവ. അതിനേക്കാൾ രൂക്ഷമായ ഭാഷയാണോ ഇവിടെ ഐഷ സുൽത്താന ഉപയോഗിച്ചിരിക്കുന്നത്? ബയോ വെപ്പൺ, അതിനകത്തെ പ്രയോഗം ചെറുതായിട്ടൊന്ന് തെറ്റിയോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിബേറ്റ് വേറെ ചെയ്യാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ ഹാഷ്മി, ഞാൻ കേന്ദ്ര സർക്കാർ ബയോ വെപ്പൺ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഞാനതിനെ ആലങ്കാരികമായി പറയുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോ വെപ്പൺ തന്നെയല്ലേ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററായ നമ്മുടെ പ്രഫുൽ പട്ടേൽ. അയാൾ ഒരു ബയോ വെപ്പൺ അല്ലേ? അയാൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി, എന്റെ ഹാഷ്മി, ഇവർ വേണമെങ്കിൽ 124A എത്ര വേണമെങ്കിലും എടുത്തോട്ടെന്നേ. ഈ രാജ്യത്ത് ഇത്ര കാലം സ്വതന്ത്രമായി പിന്നെ വീട്ടുകാരോടും വീടിന്റെ പുറത്തുമൊക്കെ നടക്കാമെന്ന് നമ്മൾ ആരാണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഫാഷിസ്റ്റുകൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ 124 ഏത് വേണമെങ്കിലും എടുത്തോട്ടെ, വേണമെങ്കിൽ കൊണ്ടുപോയി തൂക്കി കൊന്നോട്ടെന്നേ. ഈ രാജ്യത്തിന്റെ പൈതൃകമാരുടേതാ? തൂക്കുകയർ കാട്ടിയപ്പോൾ ബ്രിട്ടീഷുകാരന്റെ ഫാഷിസത്തോട് ഒരു കടുകുമണിയുടെ കോംപ്രമൈസ് ചെയ്യാതെ തൂക്കുകയർ മതിയെന്ന് പറഞ്ഞ ഭഗത് സിംഗിന്റെ രാജ്യമല്ല ഈ രാജ്യം. അല്ലാതെ നമ്മളാരും ആരുടെ ഷൂ നക്കാൻ പോയിട്ടില്ല ഹാഷ്മി. ആ പാരമ്പര്യവും ലെഗസിയും ഉണ്ട് എന്ന അഹങ്കാരത്തോടു കൂടി വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കതൊന്നും പറയാൻ യാതൊരു വിധമായ ഭയവുമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ബയോ വെപ്പൺ അല്ലേ പ്രഫുൽ പട്ടേൽ? ഞാൻ ചോദിച്ചോട്ടെ, അവിടുത്തെ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് നേരിടുന്ന അവിടുത്തെ കുട്ടികൾക്ക് മാംസാഹാരം അടക്കമുള്ള പോഷകാഹാരങ്ങൾ നിർത്തലാക്കുന്നു. അത് അവിടുത്തെ അടുത്ത തലമുറ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ? അതുപോലെ തന്നെ
ഈ പരിസ്ഥിതി, ലക്ഷദ്വീപിന്റെ പരിസ്ഥിതിയുടെ പ്രത്യേകത ഏറ്റവും ഭംഗിയായ രീതിയിൽ നമ്മൾ സംരക്ഷിച്ച് നിൽക്കണം. അല്ലെങ്കിൽ അവിടെ ഈ ഒരു ദ്വീപ് ഈ അടുത്ത കാലഘട്ടത്തിലാണ് അപ്രത്യക്ഷമായത്. അതുപോലെ അപ്രത്യക്ഷമാകുവാൻ സാധ്യതയുള്ള അത്രയേറെ ഇക്കോളജിക്കലി ജോഗ്രഫിക്കലി സെൻസിറ്റീവായ ലക്ഷദ്വീപ് പോലൊരു പ്രദേശത്ത് ഖനനമടക്കമുള്ള അതിനെയൊക്കെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇനിയൊന്ന് വികസിപ്പിക്കുവാൻ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായി ഉണ്ടാവുകയില്ല ഹാഷ്മി 10-20 വർഷം കഴിയുമ്പോൾ. അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്തായാലും വികസനത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. ശ്രീ എസ് സുരേഷ് ചൂണ്ടിക്കാണിച്ചില്ലേ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള മാതൃഭൂമിയെ കുറിച്ച്. ആ മാതൃഭൂമി പത്രത്തിൽ ഇന്നത്തെ എഡിറ്റോറിയലാണ് ഞാൻ വരാം ശ്രീ രാഹുൽ. ആ പത്രത്തിൽ ഇന്ന് എഡിറ്റോറിയലാണ് മൗലികാവകാശം ചില ഓർമ്മപ്പെടുത്തലുകൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സുപ്രീം കോടതി വിധിയെക്കുറിച്ച്, ഡൽഹി ഹൈക്കോടതി വിധിയെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞ എഡിറ്റോറിയലാണ്. സി എസ് സുരേഷ് ഈ എഡിറ്റോറിയൽ ഒന്ന് വായിക്കണം. ഈ പത്രത്തിന്റെ ഒരു ഇളമുറക്കാരനായി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ കഴിയുന്ന എന്റെ ഭാഗ്യമാണ്. സി എസ് സുരേഷ്. ശ്രീ എസ് കെ സജീഷ് അങ്ങേക്ക് പറയാം. ഹാഷ്മി, ഒരു കാര്യം, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് 2020 ഡിസംബറിൽ പ്രഫുൽ ഗൗഡ പട്ടേൽ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റ് ആദ്യം അവിടെ വന്നതിന് ശേഷം IAS ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത്, ഉദ്യോഗസ്ഥ ബന്ധത്തെ വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിൽ 3 തീരുമാനമെടുക്കാനായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 1, ഗുണ്ടാ നിയമം പാസ്സാക്കണം. 2, കേരളവുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം. 3, ഹൈക്കോടതി ജൂറിസ്ഡിക്ഷൻ കേരളത്തിൽ നിന്ന് മാറ്റി കർണാടകത്തിലേക്കാക്കണം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഐഷ സുൽത്താനയുടെ കേസിന്റെ കാര്യം പരിഗണിക്കാൻ വേണ്ടി കഴിയും. ലക്ഷദ്വീപിലെത്തി ആ ദ്വീപിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ്, ആ ദ്വീപ് നിവാസികളുടെ ജീവിതത്തെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഈ 3 തീരുമാനങ്ങൾ നടപ്പിലാക്കണം എന്നായിരുന്നു ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങളെല്ലാം എടുത്ത് മുന്നോട്ട് പോയത് നമ്മൾ കാണണം. അവിടെ നിശബ്ദമാക്കുകയായിരുന്നു ലക്ഷ്യം. അവിടെ ഐഷ സുൽത്താന് ഉൾപ്പെടെയുള്ള എല്ലാ ശബ്ദങ്ങളെയും ഇല്ലാതാക്കി കളയണം. അതായിരുന്നു ലക്ഷ്യം. അതിന് ഒരു തടസ്സമായി കേരളം ഉണ്ടാകും. കേരളം അത്തരം ജനാധിപത്യ ശബ്ദങ്ങളുടെ കേന്ദ്രമാണ്. അവരെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. അവരെ എല്ലാ നിലയിലും കേരളം സഹായിക്കും. മനുഷ്യത്വത്തിന്റെ ഒരു കേന്ദ്രമാണ് ഈ കേരളം എന്നതുകൊണ്ട് കേരളവുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. പിന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഹൈക്കോടതിയിൽ വിധി വന്നിരിക്കുന്നു. അത് ഈ സുരേഷ് പറഞ്ഞതുപോലെയല്ല, തനിക്കാവുന്നതുപോലെ എല്ലാ കാര്യങ്ങളെയും അങ്ങ് വ്യാഖ്യാനിക്കാമെന്നല്ല. അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്, ഐഷ സുൽത്താന മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞൊരു പ്രതിയുടെ കാര്യമാണോ നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് എന്നാണല്ലോ ചോദിച്ചത്. അവർ കോടതിയിൽ പറഞ്ഞത് അങ്ങനെയല്ല. ലക്ഷദ്വീപ് സ്വദേശിനിയായ ഞാൻ അവിടെ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളെ കുറിച്ച് പ്രതികരിച്ചത് വ്യാഖ്യാനിച്ച് രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് കൊണ്ടുപോവുകയും അത് നിലനിൽക്കുന്നതല്ലെന്നും വിദ്വേഷം പരത്തുന്നതോ സംഘർഷം പരത്തുന്നതായ ഒരു കാര്യവും ഞാൻ പ്രചരിപ്പിച്ചിട്ടില്ല എന്നും, അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചയിൽ മാന്യമായ വിമർശനങ്ങൾ മാത്രമാണ് ഉന്നയിച്ചത്, അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ശ്രീ സുരേഷിനൊക്കെ പെട്ടെന്ന് മാപ്പ് എന്ന വാക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അത് സ്വന്തം പ്രവർത്തന ചരിത്രത്തിൽ കുറിച്ചിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായതുകൊണ്ടും അങ്ങനെയുള്ള അനുഭവം ആ സംഘടന ജീവിതത്തിലുടനീളം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല. അവരുടെ വാക്കുകൾ ശരിയാണ് എന്ന് ഞാനും കരുതുന്നില്ല. സുജേഷ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ജനാധിപത്യ അവകാശം. ഇപ്പോൾ സംസാരിക്കുന്നത് ഞാനാണ്, എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അവർ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെ പോലും തെറ്റായി വ്യാഖ്യാനിച്ച് ഈ ചർച്ചയിൽ ജനങ്ങളുടെ മുന്നിൽ അവരെന്തോ ചെയ്തു പോയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം നടത്തുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കോടതിയിൽ നിന്നും വിധിയുണ്ടായത് അവരെ അറസ്റ്റ് ചെയ്യണം എന്നല്ല. അവരെ അറസ്റ്റ് ചെയ്താൽ, അങ്ങനെ ചെയ്യാനെല്ലാം സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ അവർക്ക് ജാമ്യം നൽകണം, അവരെ പിന്നീട് ചോദ്യം ചെയ്യുമ്പോൾ വക്കീലിന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്നെല്ലാമുള്ള ഒരു സുരക്ഷിത കവചം ഒരുക്കുകയാണ് കേരളത്തിലെ ഹൈക്കോടതി ചെയ്തിട്ടുള്ളത് എന്ന് ഈ വിധി പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ആ വിധിയെ തന്നെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ശ്രീ സുരേഷ് ശ്രമിക്കുന്നത്. അത് അവരുടെ ലക്ഷ്യമാണ്. അവരുടെ ലക്ഷ്യത്തിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം കൂടി വരുന്നു. ഇവിടുത്തെ നിയമവ്യവസ്ഥയും ഈ മണ്ണും ലക്ഷദ്വീപ് ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇവിടുത്തെ നിയമവ്യവസ്ഥ കൃത്യമായി പോകും. അതുകൊണ്ടാണ് എത്രയോ അപ്പുറമുള്ള മംഗലാപുരത്തേക്കും അല്ലെങ്കിൽ കർണാടകത്തിലേക്കും ഇവിടുത്തെ ജൂറിസ്ഡിക്ഷൻ ഉൾപ്പെടെ മാറ്റണം എന്ന അഭിപ്രായം ആദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവർ നിശബ്ദമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ രാജ്യസ്നേഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ നെറ്റിയിൽ ഒട്ടിച്ചു വെക്കുന്ന സ്റ്റിക്കർ ഒന്നുമല്ല ശ്രീ സുരേഷ് രാജ്യസ്നേഹം. ഈ രാജ്യത്ത് വിളിച്ച ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ലക്ഷദ്വീപ് ജനത ഏറ്റുവിളിക്കേണ്ടി വരുന്ന മുദ്രാവാക്യം ജനാധിപത്യം ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്നാണ്. അവിടെയുള്ള ജനതയ്ക്ക് ജനാധിപത്യ അവകാശമുണ്ട്, സംസാരിക്കാൻ അവകാശമുണ്ട്. അവർ തെരഞ്ഞെടുത്ത
ഭരണാധികാരികളാൽ അവർക്ക് ഭരിക്കപ്പെടാൻ അവകാശമുണ്ട്. അവർ അടിമകളുടെ ഒരു ലോകത്ത് ജീവിക്കുന്നവരല്ല. അവരെ അടിമകളാക്കി ഈ ലോകത്ത് അടിമകളാക്കി മാറ്റി അവരുടെ നാടിനെ, അവരുടെ പ്രദേശത്തെ കോർപ്പറേറ്റുകൾക്ക് കാഴ്ചവെക്കാനും ഒരു വിഭാഗത്തെ ആട്ടി ഓടിക്കാനും നിങ്ങൾ ഒരുങ്ങി വരുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ മണ്ണിൽ ഒരുപാട് പോരാട്ടത്തിന്റെ അനുഭവമുള്ള മണ്ണാണ് ഈ രാജ്യം. അത് വകവെക്കില്ല. നിങ്ങളുടെ ഈ ധിക്കാരമുണ്ടല്ലോ, ആ ധിക്കാരത്തിന്റെ മുന്നിൽ അടിയറവ് പറയുന്ന പേരല്ല ഇന്ത്യ എന്ന് പറയുന്നത്. പോരാട്ടത്തിന്റെ അടയാളമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ചരിത്രം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് സുരേഷും കൂട്ടരും ഒക്കെ ആ നിലയിൽ സംസാരിക്കും. അതുകൊണ്ട് ഇനിയും ശബ്ദങ്ങൾ ഉയരും, പ്രതിഷേധങ്ങൾ ഉയരും. എങ്ങനെ വാ മൂടിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചാലും അതിശക്തമായ പ്രതിഷേധങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വരും. അതിനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശ്രീ ഹാഷ്മി, ഒരു സെക്കൻഡ്. സുരേഷ് പറയൂ. ഇവിടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ എസ് കെ സജീഷും പറഞ്ഞ കവലപ്രസംഗത്തിന് ഞാൻ മറുപടി പിന്നെ പറയാം. പക്ഷേ വസ്തുതാപരമായിട്ട് ഈ മാതൃഭൂമിയെ പ്രേക്ഷകരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒന്ന്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഓർഡറെങ്കിലും വായിച്ചിട്ട് ഇതുപോലൊരു ചർച്ചയിൽ വന്നിരിക്കണം. അതിൽ വിനോദ് ദുബെ കേസൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞ അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിക്കുക. ഇനി ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും ഇതിനു വേണ്ടിയല്ല, പ്രേക്ഷകരുടെ സമക്ഷത്തിൽ ഞാൻ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാൻ എന്നെ അനുവദിക്കണം. ഇവിടെ ഐഷ സുൽത്താന കൊടുത്തിരിക്കുന്ന ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഗ്രൗണ്ട്സിലെ 4ാമത്തെ പോയിന്റ്, the applicant on learning that her statement has given rise several controversies had immediately taken to her social media account wherein she explained her stand and apologized for the statement made. The applicant has also given interviews to several news channels explaining the same and apologizing for the statement made and made it clear that സംശയം എന്താണ് അതിൽ? അല്ലല്ലോ, സംശയം നിങ്ങൾക്കല്ലല്ലോ, രാഹുലിനും സജീഷുമല്ലേ പറയുന്നത്. അവർ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഹാഷ്മി, ആ പണി വേണ്ട. ഹാഷ്മി, ആ പണി വേണ്ട. ഇവിടെ രാഹുലും സജീഷും രാഹുലും സജീഷും പ്രേക്ഷകരുടെ മുമ്പിൽ അവർ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. രാജ്യദ്രോഹികളായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരനോട് പെരുമാറിയത്. അതുകൊണ്ടാണ് അവർ കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷന്റെ 4ാമത്തെ പാരഗ്രാഫ് ഞാനിവിടെ വായിച്ചത്. മാതൃഭൂമി ഇന്ത്യയല്ലാത്ത ഇറ്റലിക്കാർ വന്നപ്പോൾ ഒരു കോൺഗ്രസ്സുകാരന്റെ ഗതികേടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ രാജ്യം കേട്ടത്. മാതൃഭൂമി എന്ന് പറയുന്ന ഇറ്റലിയായ ഒരു കോൺഗ്രസ് നേതാവ് ഇതിന് നേതൃത്വം കൊടുത്തപ്പോൾ ഈ കോൺഗ്രസ് എത്രത്തോളം അധപ്പതിച്ചു എന്നതിന്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാജ്യത്തിന്. സുരേഷേ, നിങ്ങൾക്ക് നാണമില്ലേ? സുരേഷേ, നിങ്ങൾക്ക് നാണമില്ലേ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം തങ്കത്തളികയിലാക്കി തന്റെ മുന്നിൽ കൊണ്ടുപോയപ്പോ ഈ രാജ്യത്തെ സേവിക്കാൻ എനിക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ഈ രാജ്യത്തിന് നന്ദിയുണ്ട്. ഇറ്റലിക്കാരിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാരന് ഷൂ പോളിഷ് ചെയ്യുന്ന ഒരവസ്ഥയില്ലാതെ നിങ്ങൾ കൊണ്ടുപോയില്ല ഈ രാജ്യത്തെ. കോൺഗ്രസ്സുകാരൻ ഇത് പറയാൻ എന്താണ് അർഹത? ആദ്യം മദാമയുടെ ഇറ്റലി പോകാൻ പറ, എന്നിട്ട് ഇന്ത്യക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആദ്യം ആ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്ത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്താൻ ഒരു യോഗ്യത ഒരുത്തരെ കണ്ടുപിടിച്ചിട്ട് പോരെ ഈ കോൺഗ്രസിന്റെ മഹത്വം പറയാൻ രാഹുൽ തന്നെ ഉണ്ടാകും. അവർ ഏത് രാജ്യത്ത് താമസിക്കണം, ഏത് രാജ്യത്ത് പ്രവർത്തിക്കണം, നമ്മുടെ വിഷയം അതുമല്ല. ആ രീതിയിൽ വഴുതി പോവുകയും വേണ്ട ചർച്ച. ശരി ശരി സർട്ടിഫിക്കറ്റ് സോണിയാഗാന്ധിക്ക് വേണ്ട. പിന്നെ അങ്ങനെ വൈദേശിക ബന്ധമൊക്കെ രാഹുൽ പ്ലീസ്, രാഹുൽ പ്ലീസ്, ശരി രാഹുൽ പ്ലീസ്, പോകേണ്ടി വന്നേനെ. ശരി ശരി പ്ലീസ് 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 ശരി 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 അങ്ങനെ പോവല്ലേ പ്ലീസ്. അങ്ങനെ പോയാൽ വെറുതെ നമ്മുടെ സമയം പോവലാണ്. അങ്ങനെ ചർച്ച വഴുതി പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അങ്ങനെ ചർച്ച വഴുതി പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. നിർത്തു പ്ലീസ്. ശരി പ്ലീസ് നിർത്തു പ്ലീസ് പ്ലീസ്. ശരി ശരി വിദേശയാത്രകളിൽ എന്തെങ്കിലും നടക്കുന്നുണ്ട് നിയമവിരുദ്ധമായിട്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലല്ലേ ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ്. ശരി 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 നിർത്തു പ്ലീസ് പ്ലീസ് പ്ലീസ്
തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ സുരേഷ് നമുക്ക് ആ വഴി അങ്ങനെ പോകാൻ സമയമില്ല നീ. നിയമവിരുദ്ധമല്ല. ശരി 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 പ്ലീസ് 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 നെഹ്റുവിൽ നിന്നും തുടങ്ങാം. അരുത് 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 നെഹ്റുവിൽ നിന്നും തുടങ്ങാം. പുറത്തു കൊണ്ടുവന്നേ ഒരു കഥയുമില്ലാത്ത കാര്യങ്ങളാണ്, ഒരു കഥയുമില്ലാത്ത കാര്യങ്ങളാണ്, ഒരു കഥയുമില്ലാത്ത കാര്യങ്ങളാണ്, വെറുതെ സമയം അപഹരിക്കലാണ്. നിർത്തു പ്ലീസ്. ശ്രീ ഷഹസാദ്, ഈ ദിവസങ്ങളിലെ ചർച്ച ഐഷ സുൽത്താനിലേക്ക് പോവുകയാണ്. ചർച്ചയുടെ നിങ്ങളുടെ സമരത്തിന്റെ ശ്രദ്ധാകേന്ദ്രം കുറെ അധികം ഐഷ സുൽത്താനിക്ക് പിന്നാലെ പോയി. ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി വരുന്നു, ആ പരിഷ്കാരങ്ങൾ പിൻവലിക്കണം. ഹൈക്കോടതി അത് നിയമമൊന്നുമല്ലോ, കരട് മാത്രമല്ലേ എന്ന് കരുതി അത് വലിച്ചു കയറി കളയുന്നു. ശ്രീ ഷഹസാദ്, നിങ്ങളുടെ സമരത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളല്ലേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്? അല്ല, ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയിരിക്കുന്ന KP നൗഷാദ് അലിയുടെ റിട്ട് പെറ്റീഷൻ സേവ് ലക്ഷദ്വീപ് ഫോറവുമായിട്ടോ ലക്ഷദ്വീപിൻ്റെ ബാർ അസോസിയേഷനുമായിട്ടോ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. ലക്ഷദ്വീപിന് വേണ്ടിയിട്ടുള്ള ബാർ അസോസിയേഷൻ്റെ അംഗങ്ങളും അഡ്വൈസറി കമ്മിറ്റികളും അതുപോലെ തന്നെ സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ അംഗങ്ങളും ചേർന്നുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നതേ ഉള്ളൂ. ഇത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് KP നൗഷാദ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കേസാണ്. അത് ലക്ഷദ്വീപ് സേവ് ഫോറവുമായിട്ടോ സേവ് ലക്ഷദ്വീപ് അംഗങ്ങളുമായിട്ടോ ലക്ഷദ്വീപിന്റെ ബാർ കൗൺസിൽ ബാർ അസോസിയേഷൻ അംഗങ്ങളുമായിട്ടോ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ട് ദയവായി നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ഈ ഘട്ടത്തിൽ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ആ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ മാൻഡേറ്റ് കോടതിയിൽ നേടുകയല്ലേ അവർ ആ ഹർജിയുടെ പേരിൽ? ശ്രീ ഷഹസാദ്, തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ അറിയിക്കുന്നത് സേവ് ലക്ഷദ്വീപ് ഫോറത്തിന് വേണ്ടിയിട്ടല്ല KP നൗഷാദ് അലി സാഹിബ് പോയിരിക്കുന്നത്. ലക്ഷദ്വീപുകാരുമായിട്ടോ ഈ പറഞ്ഞ ഫോറവുമായിട്ടോ ബാർ അസോസിയേഷൻ അംഗങ്ങളുമായിട്ടോ യാതൊരു വിധേനയുമുള്ള കൂടിക്കാഴ്ചയും നടത്താതെ അല്ലെങ്കിൽ ഒരു ആശയവിനിമയം ഇല്ലാതെ പോയിരിക്കുന്നതാണ്. അതൊരു പൊതുപ്രവർത്തകന്റെ സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കിയാൽ മതി. നിയമ പോരാട്ടങ്ങൾക്ക് ലക്ഷദ്വീപിൻ്റെ സേവ് ലക്ഷദ്വീപ് ഫോറം അംഗങ്ങളും ബാർ അസോസിയേഷനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ നിയമ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പെറ്റീഷനുകൾ ഫയൽ ചെയ്യുന്നതേ ഉള്ളൂ. അതൊക്കെ അത് വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. ഇനി എനിക്ക് ബഹുമാനപ്പെട്ട സുരേഷ് സാറിനോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സുരേഷ് ജി ഭയങ്കരമായിട്ട് വാചാലമാവുന്നത് കണ്ടതുകൊണ്ട്, ലക്ഷദ്വീപുകാർക്ക് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ സംസാരിക്കുന്നത് കണ്ടതുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം എൻ്റെ അഭ്യർത്ഥന മാനിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് മാനിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു തരേണ്ട ഒരു കാര്യം, ലക്ഷദ്വീപിൻ്റെ ഡിസ്ട്രിക്ട് കളക്ടർ ബഹുമാനപ്പെട്ട അസ്കർ അലി എന്ന് പറയുന്ന സിവിൽ സർവൻറ്റ് ഈ ലക്ഷദ്വീപിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനെന്നുള്ള വ്യാജേന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ ചെലവ് വന്ന് ആ ഹെലികോപ്റ്ററിൽ വന്ന് ബഹുമാനപ്പെട്ട അസ്കർ അലി വന്ന് പറഞ്ഞു പോയിട്ടുള്ള 3 പച്ചക്കള്ളങ്ങളുണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ. ഒന്നാമത്തെ പച്ചക്കള്ളം മിഡ് ഡേ മീൽസിൻ്റെ കാര്യമായിരുന്നു. നിങ്ങൾക്ക് ആ പത്രപ്രസ്താവന എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് ഒരു കമ്മിറ്റിയാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. തികച്ചും ശരിയാണ്, ആ ഒരു കമ്മിറ്റിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? കളക്ടറായിരുന്നു. ആ കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങളായിരുന്നു? അവരെല്ലാവരും എതിർപ്പറിയിച്ചിട്ട് അല്ലല്ല ഒരു മിനിറ്റ് ആശ്മി, ഞാൻ തീർത്തോട്ടെ. അദ്ദേഹം വന്ന് പറഞ്ഞ പച്ചക്കള്ളം, രണ്ടാമത്തെ പച്ചക്കള്ളം ആംസ് ആൻഡ് അംനീഷ്യസ് പിടിച്ചത് എന്നുള്ള ഒരു കാര്യമായിരുന്നു. ഒരു ലക്ഷദ്വീപുകാരൻ പോയിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ അതിനകത്ത് പ്രതിയല്ല. എന്നിരിക്കെ ബഹുമാനപ്പെട്ട സുരേഷിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും വാചാലനായ സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറിന് എതിരെ നിങ്ങൾ ഒരു പരാതി ഫയൽ ചെയ്യണമെന്നുള്ള എൻ്റെ അഭ്യർത്ഥന അദ്ദേഹം മാനിക്കും. കാരണം അദ്ദേഹം ഭയങ്കര രാജ്യസ്നേഹത്തിൻ്റെയും ലക്ഷദ്വീപുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാവായിട്ടും വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭ്യർത്ഥന അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ സ്വമേധയാ ഡിസ്ട്രിക്ട് കളക്ടറിന് ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു പരാതി, ഒരു കേസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളൊരു അഭ്യർത്ഥന ഞാൻ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇനി ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് പറഞ്ഞോളൂ. ഓക്കെ,
ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലേക്കെല്ലാം വളരെ അവഘാതമായിട്ട് പോയത് കൊണ്ടാണ് ശ്രീ സുരേഷിനോട് ഞാൻ അത് അഭ്യർത്ഥിക്കുന്നത് എന്നുകൂടെ പറയാൻ താല്പര്യപ്പെടുന്നു. ബിക്കോസ് ലക്ഷദ്വീപിൻ്റെ മുഴുവൻ ജനതയെയും ലക്ഷദ്വീപുകാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്ലിപ്പുകൾ സുരേഷ് ജിക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അതൊന്ന് പരിശോധിച്ചിട്ട് ലക്ഷദ്വീപ് ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ ലക്ഷദ്വീപിന്റെ നാവായിട്ട് മാറുമെന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ അർപ്പിക്കുന്നു. സുരേഷ് മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് അത് ലക്ഷദ്വീപിൽ ആയുധം പിടിച്ചുവെന്ന് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞതാണ്. അദ്ദേഹം തിരുത്തിയാവെന്ന് ഞാൻ കേട്ടിട്ടില്ല. അതേ വാദങ്ങൾ പറഞ്ഞ് കളക്ടറെ തിരുത്തണം എന്നാണ് ഷഹസാദിന്റെ ആവശ്യം. സുരേഷ്, ഹാഷ്മി ലക്ഷദ്വീപിൽ നിന്ന് ആയുധമൊന്നും പിടിച്ചിട്ടില്ല. ലക്ഷദ്വീപിന്റെ സമീപത്തോട് പോകുന്ന അവിടത്തെ ശ്രീലങ്കയിൽ നിന്ന് വന്ന ബോട്ടിലാണ് അത് പിടിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുരേഷ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോട്. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ വന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പാസ ആക്ട് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് കണ്ടതാണ്. സുരേഷ് മറുപടി പറയട്ടെ. ഹാഷ്മി, നമ്മൾ ഈ ചർച്ചയ്ക്ക് വന്നത് ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ചർച്ചയാണ് എന്ന് ധരിച്ചാണ് ഞാൻ വന്നത്. അതിനിടയിൽ നമ്മൾ ഐഷ സുൽത്താനയിലേക്കൊക്കെ പോയി അനാവശ്യമായ കുറേ മേഖലയിലേക്ക് പോയി. അതിങ്ങനെ സംഭവിച്ചു. പക്ഷേ ഞാനിപ്പോൾ ശ്രീ ബഹുമാന്യനായിട്ടുള്ള ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ച് ഇവിടെ വന്ന ഷെഫ്സാദിനോട് ഞാൻ അങ്ങേയറ്റത്തെ ബഹുമാനത്തോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിവിടുത്തെ പ്രേക്ഷക സമക്ഷം കൂടിയാണ്. ഷെഫ്സാദ്, ഇന്ന് നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ വിധി അത് നിങ്ങൾ ഒരു വലിയ പാഠമായിട്ട് ഉൾക്കൊള്ളേണ്ടതാണ്. നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു. അത് നിങ്ങളുടെ ലക്ഷദ്വീപ് സേവ് ലക്ഷദ്വീപ് ഫോറവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന്. ആ പരാതി കൊടുത്തിരിക്കുന്ന മലപ്പുറംകാരനായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. അതായത് എനിക്ക് ലക്ഷദ്വീപിലെ 10,000 വരുന്ന ജനങ്ങളോട് എനിക്ക് ഒരു അഭ്യർത്ഥന. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും CPM-കാരെയും വിശ്വസിച്ച് നിങ്ങൾ അവിടെ നിന്നാൽ നിങ്ങൾ വെള്ളത്തിലായി പോകത്തേ ഉള്ളൂ, നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ എന്നതിന്റെ തികച്ചും സാങ്കേതികമാണ്. ആ നിയമത്തിന്റെ കരട് രൂപം മാത്രമാണ് ഇപ്പോൾ, നിയമമായിട്ടില്ല. എങ്ങനെയാണ് അത് റദ്ദാക്കുക? ഞാനിത് പഠിച്ചിട്ടാ വരുന്നത്. എന്നെ നിങ്ങൾ പഠിപ്പിക്കണ്ട, നിങ്ങൾ ചോദ്യം ചോദിക്കൂ. പക്ഷെ ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ ഒന്ന് സംയമനം പാലിക്കൂ. ഞാൻ പറഞ്ഞു വരുന്ന ഒരു സെന്റൻസ് എങ്കിലും എന്നെ പൂർത്തിയാക്കാനുള്ള ഒരു സഹിഷ്ണുത ഹാഷ്മിരയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ലക്ഷദ്വീപിന് ഇതൊരു പാഠമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും വിശ്വസിച്ചാൽ ആ ലക്ഷദ്വീപിൽ ഒരു വികസനവും വരില്ല. ഈ കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെയ്യുന്നത് പോലെ പാവപ്പെട്ട കേരളീയന് മദ്യം കൊടുത്ത് അവനെ പൂസാക്കി, അവൻ പൂസായി കഴിയുമ്പോൾ അവന് ലോട്ടറിയും കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വെട്ടിത്തിന്നുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണ് 60 വർഷത്തെ കേരളത്തിലെ സംസ്കാരം. ഇവരെ വിശ്വസിച്ച് നിങ്ങൾ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് അവിടെ ചാടിയാൽ ഇവർ നിങ്ങളെയും മദ്യം കുടിപ്പിക്കും, നിങ്ങളുടെ അവിടുത്തെ കുടുംബങ്ങളെയും നശിപ്പിക്കും, അവിടെയും ലോട്ടറി വിറ്റ് ഉണ്ടാക്കും. മദ്യം അവിടെ ഇറക്കാൻ നോക്കുന്നത് പട്ടേലാണ്, പ്രഫുൽ കോട പട്ടേലാണ്. കേരളമാണോ ഹാഷ്മി? അവിടെ മദ്യം കുടിപ്പിക്കാൻ നോക്കുന്ന പ്രഫുൽ കോട പട്ടേലാണ് ശ്രീ സുരേഷ്. അല്ല ഹാഷ്മി, കേരളമാണോ? അവിടെ ബംഗാരം ദ്വീപിൽ രാഹുലെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. രാഹുലിന് സമയം കിട്ടില്ലേ? അല്ല ഹാഷ്മി, രാഹുലിന് സമയം കൊടുക്കില്ലേ? നിങ്ങൾ കൊടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അത് ഗാന്ധിയൻ വേഷത്തിലല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ബംഗാരം ദ്വീപിൽ 1987 ഒരു കുടുംബം, 70 അംഗ കുടുംബം പരിവാരം മുഴുവൻ ഒരു കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിൽ അവിടെ എത്തി. അന്നാണ് ആ നാട് കണ്ട ഏറ്റവും കൂടുതൽ മദ്യത്തിന്റെ ഒഴുക്ക് അവിടേക്ക് നടന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ആ കുടുംബത്തിന്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. അത് കഴിഞ്ഞ് ഇതുവരെ മദ്യം ഉണ്ടായിരുന്നില്ല. ഹാഷ്മി, ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ, എന്നെ ഒരു സെന്റൻസ് എങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. പ്രേക്ഷകരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ബംഗാരം ദ്വീപ് ആൾതാമസമില്ലാത്ത ദ്വീപാണ് ശ്രീ സുരേഷ്. ശരി സുരേഷ്. അല്ല ഹാഷ്മി, എന്നെ അനുവദിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ചർച്ചയിൽ ഇടപെടൂ. അല്ല, നിങ്ങൾ ഇടയിൽ കയറി നിങ്ങൾ അസഹിഷ്ണുത കാണിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല. എന്നെ നിങ്ങൾ 4 പേരുമായിട്ട്
BJP-യെയും ഈ രാജ്യത്തിന്റെ ഭദ്രതയും പോലും ചോദ്യം ചെയ്യുന്ന നിങ്ങളുടെ സഹ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ നിങ്ങളുടെ സഹ പിന്തുണക്കാരെ മുഴുവൻ ഒന്ന് നിയന്ത്രിക്കുക. എന്നിട്ട് എന്നെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ഞാൻ പറയുന്നത് ലക്ഷദ്വീപിൽ മദ്യം വരുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ്. അവിടെ മദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അവിടെ വന്ന് മദ്യപിച്ച് പൂസായ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പോലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് രാജ്യത്തിനും നല്ലത്. ഇനി മറ്റൊന്ന്, അതുകൊണ്ട് ഇപ്പോഴും അവിടെ മദ്യം കൊണ്ടുവരാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ നേവിയുടെ കേന്ദ്രത്തിൽ മദ്യം ഉണ്ട്, കോസ്റ്റ് ഗാർഡിന്റെ കേന്ദ്രത്തിൽ മദ്യമുണ്ട്, ബംഗാരം മദ്യമുണ്ട്. പേര് വെളിപ്പെടുത്തണം ശ്രീ ഹാഷ്മി, ആ പേര് വെളിപ്പെടുത്തണം. ഹാഷ്മി ആ പ്രധാനമന്ത്രിയുടെ പേര് വെളിപ്പെടുത്തണം. അല്ല സുരേഷ് വെളിപ്പെടുത്തുമോ? നരേന്ദ്രമോദിയാണോ, AB വാജ്പേയി ആണോ, മറ്റാരെങ്കിലും ആണോ? പറയട്ടെ, ആ പേര് പറയട്ടെ. അല്ലല്ല, അങ്ങനെ പറ്റത്തില്ല. പ്ലേസ് ചെയ്തിട്ട് പോയതല്ല. ഏത് പ്രധാനമന്ത്രിയാണെന്ന് പറയണം. അല്ല, അത് ഏത് പ്രധാനമന്ത്രിയാണെന്ന് പറയണം. 1987 ഏത് പ്രധാനമന്ത്രിയാണ് അവിടെ പോയെന്ന് അന്വേഷിച്ചാൽ മതി. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി കുടിച്ചു കൂത്താടി എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വിഷയമല്ലേ? 1987 ഇത് അറിഞ്ഞത്. ആ സമയത്ത് ആരാണ് പ്രധാനമന്ത്രി? നരേന്ദ്രമോദിയാണോ? ആരാണ് പ്രധാനമന്ത്രി? അല്ല, അത് നോക്കണം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പേര് പറയുന്നേ. നിങ്ങൾ പേര് പറയുന്നേ. ഗൂഗിൾ നിങ്ങൾ പേര് പറ. നിങ്ങൾ പേര് പറയുന്നേ. നിങ്ങൾക്ക് ഇത്ര ആർജവമില്ലേ? BJP-യുടെ ഒരു നേതാവ് വന്നിരുന്ന ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ കൂത്താടി എന്ന് പറഞ്ഞിട്ട് ആ പേര് പറയാനുള്ള ആർജവം അവിടെ 70 അംഗ കുടുംബവുമായിട്ട് പോയിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. എന്തായാലും മദ്യമൊന്നും വേണ്ടാന്നേ. ഒരു കിറ്റ് അരി കൊടുത്താൽ മതി, അരിയും പയറും കൊടുത്താൽ മതി. അവർ പട്ടിണിയിലേക്ക് പോവുകയാണ്. ദീപ, ഞാൻ എത്താം. ഇടവേള